വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്കൊരു ജ്യൂസ് ആയാലോ. നല്ലൊരു അടിപൊളി റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടാണ് ഈ ഒരു റിഫ്രഷിങ് ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു അടിപൊളി കളറിൽ കിട്ടുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയാലോ. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്കിവിടെ വേണ്ടത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഞാൻ 2 ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതിൻ്റെ കളറ് നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം, കാരണം നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഉള്ളിലുള്ള കളർ എന്താണ്. ഇത് വെള്ള കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ട് അല്ല, നല്ല പർപ്പിൾ കളറിൽ വരുന്ന നല്ലൊരു അടിപൊളി കളറിൽ വരുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. ഇതാ നിങ്ങൾക്ക് തൊലി കളയുമ്പോൾ തന്നെ കാണാം നല്ല പർപ്പിൾ കളറിലുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രത്യേകിച്ച് വലിയ മധുരവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പക്ഷേ ഇതിന് നല്ല ബെനിഫിറ്റ്സുകളാണ് ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനുള്ളത് കേട്ടോ. പക്ഷെ നല്ലൊരു അടിപൊളി സംഭവത്തിന് വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഇത് കഴിക്കാൻ നല്ലൊരു രസമാണ്. അപ്പോൾ നമ്മളിത് ജ്യൂസാക്കിയിട്ട് അടിക്കാമെന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര കൊഴുപ്പായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടിട്ട് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് കുനുകുനായിട്ട് ഇതുപോലെ വയ്ക്കാം. പിന്നെ ഇത് നമ്മൾ ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്തൊന്നും എടുക്കുന്നില്ല കേട്ടോ, കാരണം ഇതിന് ഭയങ്കര കൊഴുപ്പ് കൂടും. അത് കാരണം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് പീസുകൾ നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കുറച്ച് നമ്മൾ കുടിക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന പരുവത്തിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചെടുത്ത് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരുപാട് കൊഴുപ്പ് നമുക്ക് കിട്ടില്ല. മറ്റത് നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൊഴുപ്പ് കൂടിയിട്ടാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിക്സിയിൽ അടിക്കാതെ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് പച്ചവെള്ളമല്ല, നല്ല 2 കരിക്കിൻ വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഇളനീര് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യസ്ത രീതിയിലേക്ക് മാറും. നമ്മളിവിടെ പച്ചവെള്ളം ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നല്ല ഇളനീരാണ് ചേർത്ത് കൊടുക്കുന്നത് 2 എണ്ണം കേട്ടോ. ഇളനീരിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഞാനിതിൽ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കുന്നില്ല. ഈ മധുരത്തിൽ ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേൻ ചാലിച്ചാൽ മതി. പഞ്ചസാര ഇടണ്ട, പഞ്ചസാരയ്ക്ക് പകരം ലേശം തേനിട്ട് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം കിട്ടും. പക്ഷേ ഞാൻ പേഴ്സണലി പറയാം, നിങ്ങൾ തേനൊന്നും ചേർക്കരുത്. തേൻ ചേർക്കാതെ തന്നെ ഇത് ഇടണം എന്ന് തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിലേറെ ഐസ് ക്യൂബും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി. ഇനി ഞാൻ ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതാ ഒരു കളർ കണ്ടത്, നല്ല പർപ്പിൾ കളറിൽ കിട്ടുന്നത്. പിന്നെ ഇടയ്ക്ക് കടിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഡ്രാഗൺ ക്യൂബ്സുകളും ഉണ്ട്. അതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വിട്ടുപോയി കാണിക്കാനേ. അപ്പോൾ നമ്മളൊന്ന് സ്മാഷ് ചെയ്തതും കൂടെ ഇറക്കി കടിക്കാനെന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യൂബായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കൂടി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രിങ്ക് ഇവിടെ റെഡി. സിമ്പിളല്ലേ തയ്യാറാക്കാൻ. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ തേൻ ചേർത്താൽ മതി കേട്ടോ. തേൻ തന്നെ ചേർക്കണം, പഞ്ചസാര ചേർത്താൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ ഞാൻ പേഴ്സണലി പറയാം അത് രണ്ടും ചേർക്കരുതെന്നാണ്. കാരണം ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് പറയണമെങ്കിൽ ഇളനീരിൻ്റെ ആ ഒരു മധുരവും ഡ്രാഗൺ ഫ്രൂട്ടും ആ 2ൻ്റെ കോമ്പിനേഷൻ ശരിക്കും അറിയണമെങ്കിൽ നമ്മളിവിടെ തേനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ 2ൻ്റെയും നല്ലൊരു കോംബോയാണ്. നല്ലൊരു നമുക്കിതിൽ തന്നെ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, പ്രത്യേകിച്ച് സ്വീറ്റ്നെസ് ചേർക്കേണ്ട. പിന്നെ മധുരം കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് മാത്രമായിട്ട് കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ഡ്രിങ്ക് അല്ലേ. അപ്പോൾ അതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു പർപ്പിൾ കളറ് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ കളറും ആയി, നല്ലൊരു ഡ്രിങ്കും ആയി. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂലേ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻസിലൂടെ പറയണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഡ്രാഗൺ ഫ്രൂട്ട് കൈ കിട്ടുമ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഡ്രിങ്കാണ്. വരുന്ന ഗസ്റ്റിനൊക്കെ നമുക്ക് ഞെട്ടിക്കാൻ പറ്റുന്നൊരു ഡ്രിങ്ക്. നല്ല അടിപൊളി കളറിലും പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു സീഡ് ഉണ്ടല്ലോ, അതും ഒരു വെറൈറ്റി ഡ്രിങ്ക് പോലെ തോന്നിക്കുന്ന ഒരു വെറൈറ്റി ഡ്രിങ്ക് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ഒരു ഡ്രിങ്ക്.
അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.